നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാലക്കാട് കാലിത്തീറ്റയുടെ മറവിൽ വൻ സ്പിരിറ്റ് കടത്ത്. 3500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 5 പേർ അറസ്റ്റിൽ. മാഹിയിൽ 48 കോടി കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. തിരുവനന്തപുരം വെള്ളനാട് ആനക്കൊമ്പ് കടത്താൻ ശ്രമം. ആശുപത്രിയിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി ഗുരുതരാവസ്ഥയിൽ. സംഭവം കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ. ഹോസ്റ്റൽ വാർഡന്റെ മാനസിക പീഡനം കാരണമെന്ന് സഹപാഠികൾ. കൊല്ലം പത്തനാപുരത്ത് വീണ്ടും പുലിയിറങ്ങി. വളർത്തുമൃഗത്തെ ആക്രമിച്ചു കൊന്നു. ഭീതിയിൽ പ്രദേശവാസികൾ. നല്ലൊരു മഴ പെയ്താൽ അനധികൃത മണ്ണെടുപ്പ് ഭീതിയിൽ വട്ടംകുളം. വീടുകൾ നിലംപൊത്തുമെന്ന പേടിയിൽ 2 കുടുംബങ്ങൾ. മണ്ണെടുപ്പിൽ തകർന്ന് റോഡും. ദിവസം പിന്നിട്ടിട്ടും നീതി കിട്ടാതെ അയ്യൻകുളം നിവാസികൾ. പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരും. അയ്യൻകുഴി നിവാസികൾക്കൊപ്പമെന്ന് കളക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലാണ് സംഭവം. പാണത്തൂർ സ്വദേശിനി ചൈതന്യയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് ആത്മഹത്യാ ശ്രമത്തിനു പിന്നിൽ എന്നാണ് സഹപാഠികളുടെ ആരോപണം. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി പാണത്തൂർ സ്വദേശിനി ചൈതന്യയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് ആത്മഹത്യാ ശ്രമത്തിനു പിന്നിലെന്ന് സഹപാഠികൾ ആരോപിച്ചു. ഇതോടെ വാർഡനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആശുപത്രി MD C ഷംസുദ്ദീൻ പറഞ്ഞു. പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെക്കുറിച്ച് ഏതായാലും ഒരു ഇന്റൻഷണൽ അന്വേഷണം എന്തായാലും ഉണ്ട്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. അത് നമ്മുടെ നിർബന്ധം തന്നെയാണ്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. ഉണ്ടായ സംഭവം വളരെയേറെ ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. അതിന് എന്ത് ഉണ്ടായാലും അതിന് കാരണക്കാരായവർ രക്ഷപ്പെടണം. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിന്മേൽ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിൽ. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്ന് പോലീസ് പറയുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോൾ അജാസിന്റേതാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ചാർത്തി. ആത്മഹത്യയ്ക്ക് തൊട്ടുമുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയി ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചുവെന്നാണ് കരുതുന്നത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമായിരുന്നു. ആത്മഹത്യയ്ക്ക് 2 ദിവസം മുൻപാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് കാലിത്തീറ്റയുടെ മറവിൽ വൻ സ്പിരിറ്റ് കടത്ത്. എലപ്പുള്ളിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ 3500 ലിറ്റർ സ്പിരിറ്റാണ് കണ്ടെത്തിയത്. ലോറിയിലുണ്ടായിരുന്ന 5 പേരെയും പാലക്കാട് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്നതാണ് സ്പിരിറ്റ് എന്ന് പോലീസ് അറിയിച്ചു. വിൽപ്പനയ്ക്കായി മാഹിയിൽ നിന്ന് കടത്തുകയായിരുന്ന 48 കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസ് പിടിയിൽ. വടകര അഴിയൂർ സ്വദേശി ഷാജിയെയാണ് വടകര എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കൂലും സംഘവും അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ പുതുപ്പണത്ത് വാഹന പരിശോധനയ്ക്കിടെ മാഹി ഭാഗത്തു നിന്ന് ഓടിച്ചു വന്ന ഓട്ടോ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ഹാർഡ്ബോർഡ് പെട്ടികളിൽ സൂക്ഷിച്ച നിലയിൽ മദ്യം കണ്ടെത്തിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു.
തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ കടക്കൽ ഇടത്തറ സ്വദേശി വിഷ്ണു മരിച്ചു. MC റോഡിൽ ഇന്നലെ രാത്രി 11:30ഓടെയായിരുന്നു അപകടം. കിളിമാനൂർ ഭാഗത്തു നിന്ന് നിലമേൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ നിന്ന് വന്ന തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മഹീന്ദ്ര സൈലോ കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട കളഞ്ഞൂർ ഇടത്തറയിൽ അയ്യപ്പന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് തീപിടിച്ചു. തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായി കത്തിനശിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. ഇന്ന് KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന വെണ്ടുട്ടായി ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടു എന്നാണ് നിഗമനം. സംഭവത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൈദ്യുതി ചാർജ് വർധന ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും AIYF. കേന്ദ്രത്തിന്റെ വൈദ്യുതി നയം സൃഷ്ടിക്കുന്ന അധിക ബാധ്യതയുടെ കണക്ക് പറഞ്ഞ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുണും സെക്രട്ടറി TT ജിസ്മോനും അറിയിച്ചു. തിരുവനന്തപുരം വെള്ളനാട് ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിച്ച 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. വിനീത്, നിബു ജോൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 കിലോയോളം വരുന്ന 2 ആനക്കൊമ്പുകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വെള്ളനാട് ക്ഷേത്രത്തിൽ നിന്നാണ് വനം വകുപ്പ് സ്പെഷ്യൽ ഫ്ലൈയിംഗ് സ്ക്വാഡ് ഇരുവരെയും പിടികൂടിയത്. കൊല്ലം പത്തനാപുരത്ത് വീണ്ടും പുലിയിറങ്ങി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണങ്കര ഭാഗത്തിറങ്ങിയ പുലി വളർത്തുമൃഗത്തെ ആക്രമിച്ചു കൊന്നു. ഏറെ നാളായി പുലിപ്പേടിയിലാണ് പത്തനാപുരം മലയോര മേഖലയിലെ മിക്ക ഗ്രാമങ്ങളും. വന്യമൃഗശല്യത്താൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനോ കൃഷി ചെയ്ത് ജീവിക്കാനോ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനു പിന്നാലെയാണ് പുലിയുടെ ശല്യവും വർദ്ധിച്ചു വരുന്നത്. ആഴ്ചകൾക്ക് മുൻപ് പത്തനാപുരം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ പറങ്കിമാവിൻ തോട്ടത്തിൽ കൂട്ടമായി പുലികളെ പ്രദേശവാസികൾ കണ്ടിരുന്നു. തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തുകയും കെണിവെച്ച് ഒരു പുലിയെ പിടികൂടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് കരിമ്പാലൂരിലും പുലിയുടെ സാന്നിധ്യം. കർഷകന്റെ ഒരു മൂരിയെ കടന്നാക്രമിച്ച് അത് ചത്തുപോയി. ഇപ്പോൾ അപ്പം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസർ ഗിരിസാറും എല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ മൃഗ ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു പോസ്റ്റ്മോർട്ടം മറ്റോ തയ്യാറാക്കി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കരിമ്പാലൂർ സ്വദേശി മോഹന്റെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പശുക്കുട്ടി പുലർച്ചെയോടെ ചത്തു. വനംവകുപ്പിനെ വിവരമറിയിച്ചതോടെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പുലിയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഞാൻ കുണ്ടംകുളം ഭാഗത്താണ് താമസിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുമ്പൻ നിൽപ്പുണ്ടായിരുന്നു. രാത്രി 12 മണിയോടുകൂടി അലർച്ചയായിട്ട് ഇറങ്ങി വന്നപ്പോൾ പുലി ചാടുന്നത് കണ്ടു. അത് കഴുത്തിന് 2 വശവും പിടിക്കുകയും ചെയ്തു. കാലിനും എല്ലാം വരയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 4 മണി കൂടി മരിക്കുകയും ചെയ്തു. രാത്രി 12 മണിയോടെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഉടമയായ മോഹനൻ പുലിയെ നേരിട്ട് കണ്ടു. ന്യൂസ് 18 പുനലൂർ. ഡെങ്കിപ്പനി ഭീതിയിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലം രോഗത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാണ്. കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ പച്ചക്കറി പീടികയിലാണ് നമ്മൾ. ഭയങ്കര കൊതുവിൻ്റെ ശല്യമാണ്. വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രിയിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കൊതുകിലെ കടിച്ച് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു. നമുക്കിതുപോലെ ശ്വാസം മുട്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര കൊതുക് വന്നിരിക്കുന്നവർ തന്നെ കാഞ്ഞങ്ങാട് വൃത്തിയില്ല, ആടെല്ലാം വൃത്തിയില്ല. എലികൾ വരുന്നുണ്ട്, കുറേ എലികൾ ശല്യം. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശുചീകരണത്തിന് നഗരസഭയുടെ അടിയന്തര ഇടപെടലും തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.
തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യം സംസ്കരിക്കുന്ന ബയോ മൈനിംഗ് പദ്ധതി യാഥാർത്ഥ്യമായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞത്. വിവിധ കേന്ദ്രങ്ങളിലായി കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യമാണ് ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ ഒഴിവാക്കുന്നത്. നഗരസഭാ നേതൃത്വത്തിലാണ് പദ്ധതി. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് ബയോമൈനിംഗ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. തരംതിരിച്ച മാലിന്യം വേർതിരിച്ച് തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനികളുടെ ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശം. മാലിന്യം വേർതിരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉടൻ സ്ഥാപിക്കും. 6 മാസമാണ് കാലാവധി. ന്യൂസ് 18 വിഴിഞ്ഞം. ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധ ശല്യം കൂടുന്നതായി പരാതി. മദ്യപസംഘം അടക്കം പലപ്പോഴും അക്രമം കാണിക്കുന്നതായി വ്യാപാരികളും പരാതിപ്പെടുന്നു. പലവട്ടം പോലീസിനും നഗരസഭയ്ക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ പരാതിയിൽ ഗുരുവായൂർ ACP, മുനിസിപ്പൽ സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് ഈ മാസം 13-ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ പരസ്യമായി നടത്തുന്ന മദ്യപാനം, ഇവിടെ കടയിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് കസ്റ്റമേഴ്സ് വരുന്നില്ല. ഈ 3-4 ദിവസമായി അടുപ്പിച്ച് നടക്കുന്ന ഈ മദ്യപാനവും ഇവർ വെല്ലുവിളിക്കാണ് കടക്കാരൻ. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കണം. നമ്മുടെ കടയുടെ മുന്നിൽ ഇരുന്ന് ഈ പരസ്യമായി മദ്യപാനം നടത്തുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഉപജീവനം തടസ്സപ്പെടുത്തു പോണ്. ഇരുഭാഗങ്ങളിലുമുള്ള കച്ചവടക്കാര് രാത്രി കാലങ്ങളിൽ ഇവിടെ ലോഡ്ജുകളുമുണ്ട്. ഈ 2 ഭാഗത്തുള്ള കടകളുടെ മുന്നിൽ വളരെയധികം മദ്യപിച്ചിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരു പുതിയ ആൾക്കൂട്ടമാണത്. അത് ഈ ചെണ്ട വിൽപ്പനക്കാർക്കും അല്ല, അത് വേറൊരു വിഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അവരൊന്നല്ല, 2 അല്ല, നിരവധിയായ കൂട്ടം ആളുകൾ അവർ തമ്മിൽ തന്നെ മദ്യപിച്ച് പരസ്പരം വലിയ വലിയ തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ കാണിക്കുകയും വലിയ അക്രമങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പോലീസിൻ്റെയും നഗരസഭാ അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ വെള്ളടിച്ചിട്ട് കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെ ലോക്കൽ ടീമുകൾ വന്നിട്ട് കുറച്ച് അസ്വസ്ഥതകളുണ്ട്. ചെണ്ടക്കാരെ കൊണ്ട് അങ്ങനെയുള്ള അസ്വസ്ഥതകളില്ല. അവർ ചെണ്ടക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് അല്ല, വളരെ വൃത്തികെട്ടമായിട്ടുള്ള അവരങ്ങനത്തെ ആൾക്കാരാണ്. ഹൈജീനിക് അല്ലാത്തൊരു സംവിധാനത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് അവരുടെ ഇഷ്യൂ. അല്ലാണ്ട് മറ്റുള്ളവർ അതല്ല. അല്ലെങ്കിൽ പകലൊക്കെ വന്ന് വെള്ളടിച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇവിടെ ഓൾറെഡി നിലവിലുണ്ട്. ആന എഴുന്നള്ളത്ത് സംബന്ധിച്ച് ഹൈക്കോടതി മാർഗനിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് ആനകളുടെ എണ്ണം കുറച്ചു. 3 ആന എന്നത് ഒരാനയാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം. അതിനിടെ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇന്ന് ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആന എഴുന്നള്ളപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതീകാത്മക പൂരത്തിൽ പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണിയായി. ഇന്ന് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയും ചേർന്നു. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങൾ മൂലം പൂരം നടത്തുന്നത് വെല്ലുവിളിയായ പശ്ചാത്തലത്തിലാണ് വിവിധ പൂര കമ്മിറ്റികൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തോടെയുള്ള പഞ്ചാരിമേളമായിരുന്നു ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം. വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ആവശ്യപ്പെട്ടു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി പ്രമേയം പാസാക്കി. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി ഇന്ന് വൈകിട്ട് തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. അനധികൃത മണ്ണെടുപ്പ് കാരണം ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം വട്ടംകുളത്തെ കുടുംബങ്ങൾ. ഏത് നിമിഷവും നിലംപൊത്താമെന്ന നിലയിലാണ് 2 വീടുകൾ. തൊഴിലാളികളും വിദ്യാർത്ഥികളും നിത്യേന യാത്ര ചെയ്യുന്ന റോഡും തകർന്നു.
നല്ലൊരു മഴ പെയ്താൽ മലപ്പുറം വട്ടംകുളം നിവാസികൾക്ക് ഭീതിയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റോഡിന്റെ വശങ്ങളിൽ നിന്നും 100 മീറ്ററോളം ആഴത്തിൽ മണ്ണെടുത്തു. അന്നു മുതൽ ഇന്ന് വരെയും മനസമാധാനമായി ഉറങ്ങിയിട്ടില്ല. മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. മറ്റ് നിവൃത്തിയുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് മറ്റൊരിടത്തേക്ക് താമസം മാറിയേനെ. പണിയെടുക്കായില്ല, പണിയെടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടത് അവർ ചെലവാക്കുന്നുണ്ട്, പണ്ട് നേരാവണില്ല. അതന്നെ നേരാകും പോലെ ഒന്ന് കെട്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് സുരക്ഷയായി ജീവിക്കണം. അതന്നെ ഞങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുള്ള വില കിട്ടിയിട്ട് ഞങ്ങളെ ഇവിടുന്ന് മാറ്റുക. എല്ലാരും പറയും ഒളിഞ്ഞു താമസിക്കും, നിങ്ങൾ ഇവിടുന്ന് പോയി. പിന്നെ ഞങ്ങൾ ഒരു ധൈര്യം കൊണ്ട് താമസിക്കുന്നു. വീടുകൾ, പള്ളി, അമ്പലം, മദ്രസ, അംഗൻവാടി ഇതെല്ലാമുണ്ട് ഈ ചുറ്റുവട്ടത്ത്. തകർന്ന നിലയിലാണ് റോഡുകൾ. രാവിലെ 6 മണിക്കാണ് കുട്ടികൾ ഇതുവരെ മദ്രസക്ക് പോകുക. അപ്പൊ നല്ല മഴ ആവുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. എന്താ വെച്ചാൽ തിരിച്ചു വരുവാണാവോ എന്താവണാവോ എന്നുള്ളൊരു പേടി. പിന്നെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ട് ഇവിടുന്ന് പ്രശ്നം ഉണ്ടായോ അതും കൂടി ഞാൻ പേടിച്ചിട്ടുണ്ട് ചെറുതില്. അപ്പൊ കുറെ ആയി ഇപ്പൊ ഇത് ഇങ്ങനെ പോവാൻ മക്കൾക്ക് നല്ല തടസ്സം ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ വിഷമം നല്ല ഉണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ബുദ്ധിമുട്ട്, നമുക്കൊന്ന് അർജന്റായിട്ട് ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റണില്ല, പോവാൻ പറ്റണില്ല. രണ്ടാമത്തെ കാര്യം. പിന്നെ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ തിരിഞ്ഞു വളഞ്ഞു പോകുമ്പോൾക്ക് അതും ബുദ്ധിമുട്ടുണ്ട്. പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. എങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരൂർ. എറണാകുളം അയ്യൻകുഴി നിവാസികളുടെ സമരം 26 ദിവസം പിന്നിട്ടു. പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണെന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ദുരിതജീവിതം നയിക്കുകയാണ് അയ്യൻകുഴി നിവാസികൾ. വിഷപ്പുക ശ്വസിച്ച് നിത്യരോഗികളായ അയ്യൻകുഴിക്കാർ ശുദ്ധവായുവിനും വെള്ളത്തിനുമായി നിയമപോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് 35 വർഷമായി. ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. പുനരധിവാസം എന്ന ആവശ്യം സർക്കാരും കമ്പനികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ ഇന്ന് വരെ മുട്ടാത്ത ഒരു വാതിലുകളുമില്ല. മാറി മാറി വരുന്ന എല്ലാ സർക്കാരിൻ്റെ അടുത്തും ഞങ്ങൾ എം പി ആയാലും MLA ആയാലും ഞങ്ങൾ കയറി ഇറങ്ങി മടുത്ത ആൾക്കാരാണ്. 14 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുക. ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഒഴിപ്പിക്കണം എന്നുള്ള ഇതാണ് കോടതിയിൽ നിന്ന് വന്നത്. കോടതി ഓർഡർ ഇടുന്ന സമയത്ത് ഈ കൊച്ചിൻ റിഫൈനറിക്കാർ പറഞ്ഞു അവർക്കിപ്പോൾ പ്രൊജക്റ്റ് ഇല്ല. ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കലുകാർ പറഞ്ഞു അവരുടെ കയ്യിൽ ഫണ്ടില്ല, ഞങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞു. ആകെ 9.5 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 42 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ്. കൂലിവേല ചെയ്ത് മാത്രമാണ് അന്ന് ആഹാരത്തിന് വക കണ്ടെത്തുന്നത്. ഇവിടെയുള്ള കുട്ടികൾ സർവരും രോഗബാധിതരാണ്. ജില്ലാ ഭരണകൂടവും തങ്ങളെ കൈയൊഴിഞ്ഞെന്ന നാട്ടുകാരുടെ ആരോപണം തെറ്റാണെന്ന് കളക്ടർ NSK ഉമേഷ്. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് സ്ഥലത്തെ മലിനീകരണ തോത് പരിശോധിക്കുകയാണെന്നും കളക്ടർ. ഈ കേസിൽ വളരെ സിൻസിയറായിട്ട് ജനങ്ങളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ബേസിക്കലി സർക്കാരിലേക്ക് 2022 ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ ഒരു പ്രപ്പോസൽ പോയിരുന്നു. പക്ഷേ സർക്കാരുടെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ അത് പൊല്യൂട്ടർ പേസ് എന്ന പ്രിൻസിപ്പലിൽ ആ കമ്പനി ഏറ്റെടുക്കണമെന്ന് ഒരു ഓർഡർ വന്നു. അപ്പോഴാണ് കോടതിയും പറഞ്ഞത് പൊല്യൂട്ടർ പേസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ പ്രൂവ് ചെയ്യണം. അതാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത്ര ഡിലേ ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് 1 മന്ത് മോണിറ്റർ ചെയ്യണമെന്ന് കോടതി പറഞ്ഞു. അപ്പം അതാണ് ഇപ്പോൾ തുടങ്ങിയത്. ആ മോണിറ്ററിങ് തുടങ്ങി. ഇത് പ്രൂവ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാവുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സ്ഥലത്തിൽ ഒരു നിധി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമല്ല. കോടതിയും അത് ടോട്ടലി അംഗീകരിക്കും. അയ്യൻകുഴി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും ചേർന്ന BPCLന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ചാമകൃഷിയിൽ 100 മേനി വിളയിക്കാനൊരുങ്ങി നിലമ്പൂർ ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ. മൂത്തേടം കൃഷിഭവന്റെ ചെറുധാന്യ കൃഷി പദ്ധതിയിലൂടെ 2.5 ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാമ വിത്തിറക്കിയത്.
ചാമകൃഷിയിൽ 100 പേനി വിളയിക്കാനൊരുങ്ങി നിലമ്പൂർ ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ. കുടുംബശ്രീ മലപ്പുറം നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെയും മൂത്തേടം കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ഉച്ചക്കുളം പ്രകൃതിയിൽ ചെറുധാന്യ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയിലൂടെ 2.5 ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുധാന്യമായ ചാമ വിത്തിറക്കിയത്. മുൻ വർഷങ്ങളിൽ 7 സംഘ കൃഷി ഗ്രൂപ്പുകളിലൂടെ മഞ്ഞൾ, ഇഞ്ചി, റാഗി, എള്ള് എന്നിവ കൃഷി ചെയ്തിരുന്നു. പോഷകമൂല്യമുള്ളതും ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ ചെറുധാന്യ കൃഷി വികസനവും പ്രോത്സാഹനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരൂർ. ഗോപു നന്ദിലത്ത് ജി മാർട്ടിന്റെ 55ാമത് ഹൈടെക് ഷോറൂം കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃച്ചംബരം 7-ാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് നിർവഹിച്ചു. പ്രത്യേക ഉദ്ഘാടന ഓഫറായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് ഡിസ്കൗണ്ടിനോടൊപ്പം നിരവധി സമ്മാനങ്ങളും നേടാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ഉദ്ഘാടന ഓഫറായി തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 70% വരെയുള്ള ഡിസ്കൗണ്ടിനോടൊപ്പം പർച്ചേസ് ആൻഡ് വിൻ ഓഫറിലൂടെ 32 ഇഞ്ചിന്റെ 5 LED ടിവികൾ സമ്മാനമായി നേടാനുള്ള അവസരമുണ്ട്. ഇതിനും പുറമെ ജിമാർട്ട് ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബമ്പർ സമ്മാനമായി ഭാഗ്യശാലിക്ക് സിഡസ് മേഴ്സി ബെൻസ് ഒരു കാറും, നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഭാഗ്യശാലികൾക്ക് 5 മാരുതി എക്സ്പ്രസോ കാറുകളോ സമ്മാനമായി ലഭിക്കും. ഗോപു നന്ദിലത്ത് ജി മാർട്ടിൻ്റെ 55ാമത് ഹൈടെക് ഷോറൂമാണ് ഇന്ന് തളിപ്പറമ്പിന് ഞങ്ങൾ സമർപ്പിച്ചത്. വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെയല്ല, ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയൊരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണവും പ്രോത്സാഹനമാണ് ഗോപു നന്ദിലത്ത് ജി മാർട്ടിനെ ഇത്രയും നല്ല വിജയത്തിലെത്താൻ സാധിച്ചത്. തളിപ്പറമ്പിലെ ഉപഭോക്താക്കൾക്ക് പലിശരഹിതമായ തവണ വ്യവസ്ഥകളിലൂടെയും ക്യാഷ് ബാക്ക് ഓഫറുകളിലൂടെയും മനസ്സിനിണങ്ങിയ ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഇത് 3ാമത്തെ ഷോറൂമാണ് ഗോപു നന്ദിലത്ത് ജി മാർട്ടിലെ, അതും ഹൈടെക് ഷോറൂമാണ്. ഈ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും, ഗൃഹോപകരണങ്ങളായിക്കോട്ടെ, ക്രോക്കറി ആയിക്കോട്ടെ, ഈവൻ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വരെ, അതും ലോകോത്തര നിർമ്മിത ബ്രാൻഡുകൾ, അതും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇണങ്ങുന്ന രീതിയിൽ. ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് തരത്തിൽ ഒരു റെഫ്രിജറേറ്റർ നിങ്ങൾ നോക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡോർ, ഒരു ഡബിൾ ഡോർ, ഫോഴ്സ് ഫ്രീ, ഏത് തരം കാറ്റഗറി എടുത്തോട്ടെ 50-ൽ പരം 100-ൽ പരം ഡിസ്പ്ലേകളാണ് നിങ്ങൾ ഓരോ ഷോറൂമിലും കാണുക. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പ് ഈ ഷോറൂമിൻ്റെയും പ്രത്യേകത. ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേയിൽ മറ്റൊരു ഷോറൂമും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. ഫിനാൻസ് കമ്പനികളായ ബജാജ് ഫിൻസർവ്, HD8, IDFC, HDFC എന്നിവരുമായി ചേർന്ന് 0 ഡൗൺ പേയ്മെന്റിലും 0 പ്രോസസിംഗ് ഫീസിലും പർച്ചേസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് നന്ദിലത്ത് ജി മാർട്ടിന്റെ തളിപ്പറമ്പ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7100, പവന് 56,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5875, പവന് 47,000 രൂപ. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി അപർണ കുറുപ്പ് ചേരും.